ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ ഇന്ന് സാനിറ്ററി കെമിസ്ട്രിയിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ലബോറട്ടറി സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുള്ള എമർജൻസി പ്രൊസീജിയേഴ്സ് ഇൻ കെമിക്കൽ സ്പ്ലാഷസ്, ബേൺസ് ആൻഡ് ഇലക്ട്രിക്കൽ ഷോക്ക്, പിന്നെ കുറച്ച് മെറ്റീരിയൽ സേഫ്റ്റി, ഹസാർഡ് വാർണിംഗ് സിംബൽസ്, ആ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഇലക്ട്രിക്കൽ ഷോക്ക്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സിമ്പിൾ ഫസ്റ്റ് എയ്ഡ് എന്താണ് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്വിച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിസിറ്റി. എവിടെ നിന്നാണോ ഇലക്ട്രിസിറ്റി വരുന്നത് അത് സ്വിച്ച് ഓഫ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ബൈ ടേണിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് or by dislocating the live wires with a non-conducting object. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്യൂട്ട് ബ്രേക്കർ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോൺ കണ്ടക്ടിങ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഏത് വയറിൽ നിന്നാണ് ഷോക്ക് വരുന്നത് അത് ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആർക്കാണോ ഷോക്ക് അടിച്ചത് ആ വിക്ടിമിന് നമ്മൾ അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് കറക്റ്റ് ആണോ, ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ചെക്ക് ദ വിക്ടിം ഫോർ ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് ബീറ്റ്. ഇപ്പോ വിക്ടിം അൺറെസ്പോൺസീവ് ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കുക ആർ യു ഓക്കെ, ഇങ്ങനെ ഉണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്ടിം അൺറെസ്പോൺസീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ അബ്നോർമൽ ബ്രീത്തിങ് ഒക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, നോ ബ്രീത്തിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതുപോലെ എമർജൻസി പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇലക്ട്രിക്കൽ ഷോക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് സ്വിച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിസിറ്റി, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ വിക്ടിമിനെ പോയിട്ട് തൊടുക. എന്നിട്ട് മാത്രമേ നമ്മൾ വിക്ടിമിനെ പോയിട്ട് തൊടാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്കും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഷോക്ക് അടിക്കൽ മാറിയെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ വിക്ടിമിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുക, ബ്രീത്തിങ് ഓക്കെ ആണോ, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ. വിക്ടിം അൺറെസ്പോൺസീവ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തതാണ് ബേൺസ്. നമുക്ക് ലാബിൽ നിന്ന് പറ്റാവുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. പൊള്ളലേൽക്കുക പല കെമിക്കലിൽ നിന്നും നമുക്ക് പൊള്ളലാക്കാം. ബ്രോമിൻ കയ്യിൽ വീണാൽ നമുക്ക് പൊള്ളും, അതുപോലെ തന്നെ ഫീനോള് കയ്യിൽ വീണാൽ നമുക്ക് പൊള്ളും. നമ്മളൊക്കെ കെമിസ്ട്രി പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഫീനോളുമായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യേണ്ട അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമുക്കും ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. ഫീനോള് കയ്യിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് നീറ്റിലൊക്കെ ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ ഫീനോൾ ഹാസ് ദ എബിലിറ്റി ടു പെനിട്രേറ്റ് ദ സ്കിൻ, കോസിങ് സിവിയർ ബേൺസ്. ഫീനോളിന് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി നമ്മുടെ സ്കിന്നില് ബേൺസ് ഉണ്ടാക്കാൻ, പൊള്ളലേൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് വിൽ അനസ്തറ്റൈസ് ദ എഫക്റ്റഡ് ഏരിയ സോ ദാറ്റ് ലിറ്റിൽ ഓർ നോ പെയിൻ മേ ബി ഫെൽറ്റ്. ചിലപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു തരിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. ചില സമയത്ത് ചെറിയ പെയിൻ ആയിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻ ഉണ്ടാവില്ല, കാരണം അത് അനസ്തേഷ്യ പോലെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. Phenol spills on the skin, especially in high concentrations, are life-threatening and speed is essential for treatment. ഫീനോള് ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ സ്കിന്നിൽ ആയി കഴിഞ്ഞാൽ അത് ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ പെട്ടെന്ന് എടുക്കണം. ഹൈ കോൺസെൻട്രേഷനിലൊക്കെയാണ് വീണതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെടുക്കണം, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റില് ഫീനോളിന് പറയുന്നത്, പെട്ടെന്ന് തന്നെ ഫീനോള് ഒരുപാട് ക്വാണ്ടിറ്റി ഫീനോളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഫീനോള് സ്കിന്നിൽ കോണ്ടാക്റ്റിൽ വരാം,
അതുപോലെ ഐയുമായിട്ടും കോണ്ടാക്റ്റിൽ വരാം. അപ്പൊ രണ്ട് സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സ്കിൻ കോണ്ടാക്റ്റിലാണ് വന്നതെങ്കിൽ വെൻ ഫീനോൾ സ്പിൽസ് ഓൺ ടു ദ സ്കിൻ ഇമ്മീഡിയറ്റ്ലി ഫ്ലഷ് വിത്ത് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ വൈൽ റിമൂവിങ് കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ്. അതെ, അപ്പൊ നമ്മുടെ സ്കിന്നിലൊക്കെയാണ് വീണത്, അല്ലെങ്കിൽ നമ്മൾ ധരിച്ച വസ്ത്രത്തിലൂടെ നമ്മുടെ സ്കിന്നിലാണ് വീണത് വെച്ചാൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ആ ക്ലോത്ത് നമ്മൾ അതിന് എടുത്ത് മാറ്റുക. ഒപ്പം തന്നെ വെള്ളം, നല്ല ഹൈ വോളിയം ഓഫ് വാട്ടർ എടുത്ത് നമ്മളത് വാഷ് ചെയ്യുക. കണ്ടിന്യൂ thoroughly വാഷ് വിത്ത് വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് ആഫ്റ്റർ ക്ലോത്തിങ് ഈസ് റിമൂവ്ഡ്. ആ തുണി മാറ്റിയ ശേഷം ഒരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. വാഷ് വിത്ത് എ ഡിസ്ഇൻഫെക്റ്റഡ് സോപ്പ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസ്ഇൻഫെക്റ്റഡ് സോപ്പ് യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യുക. കവർ ദ കണ്ടാമിനേറ്റഡ് സ്കിൻ വിത്ത് എ ആന്റി ബാക്ടീരിയൽ ക്രീം ഓർ if the phenol concentration is high, swab the affected area with the polyethylene glycol. അപ്പോൾ നമ്മൾ ആദ്യം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അത് ഈ വീണ സ്ഥലത്ത്, ഫിനോൾ വീണ സ്ഥലത്ത് ഒരു ആന്റി ബാക്ടീരിയൽ ക്രീം പുരട്ടാം, അല്ലെങ്കിൽ നമ്മൾ പോളിഎഥിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ച് നമുക്ക് സ്വാബ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ സൂപ്പർവിഷൻ ആവശ്യമാണ്. ഗെറ്റ് മെഡിക്കൽ അറ്റൻഷൻ അറ്റ് once, particularly when the phenol concentration is greater than 10%. അപ്പൊ 10%-ലധികമൊക്കെ ഫിനോള് സ്കിന്നുമായി കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഏതായിരുന്നു? പോളിഎഥിലീൻ ഗ്ലൈക്കോൾ ആണ്. അടുത്തതാണ് ഐ കോണ്ടാക്ട്. ഐയുമായിട്ടാണ് നമ്മുടെ ഫിനോൾ കോണ്ടാക്റ്റിൽ വന്നു വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? If phenol gets into the eyes, immediately wash the eyes with large amount of running water. റണ്ണിങ് വാട്ടറിൽ നമ്മൾ കണ്ണിലാണ് പോയതെങ്കിൽ, അല്ലെങ്കിൽ കണ്ണിലാണ് സ്പിൽ ചെയ്തതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് റണ്ണിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ണ് കഴുകിക്കൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് എങ്കിലും നമ്മളത് കഴുകിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതായത് കണ്ണ് തുറന്ന്, നമ്മുടെ ഐലിഡ്സ് തുറന്ന് വേണം അത് കഴുകാനായിട്ട്. അതാണ്, അത്രയാണ് നമ്മൾ ചെയ്യാനുള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇതിന് ശേഷം, ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ എന്തായാലും കാണിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ നമ്മൾ കാണിക്കണം. ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കണ്ണിൽ ചെയ്യാതെ നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ ബേൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കെമിക്കലാണ് ബ്രോമിൻ. ബ്രോമിൻ ഈസ് സച്ച് എ കൊറോസീവ് കെമിക്കൽ that contact with each will lead to painful burns. അതായത് ബ്രോമിൻ ഒരു കൊറോസീവ് കെമിക്കൽ ആണ്. അത് കയ്യിൽ വീണാൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ബേൺസ് ഉണ്ടായിരിക്കാം. നമ്മൾ പറഞ്ഞു, ഫീനോൾ വീണാൽ നമുക്ക് ചെറിയൊരു പെയിൻ ആണ് ഉണ്ടാവുക, അതൊരു അനസ്തെറ്റിക് ബിഹേവിയർ ഉള്ളതാണ്. പക്ഷെ ഇത് വീണാൽ നമുക്ക് എന്താണ്, ഒരു പെയിൻഫുൾ ബേൺ ആണ് ഉണ്ടാവുക ബ്രോമിൻ വീണ് കഴിഞ്ഞാൽ. ബ്രോമിൻ ഹാസ് നോ സ്പെസിഫിക് ആന്റിഡോട്ട് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഈസ് സപ്പോർട്ടീവ്. ഇനി ബ്രോമിൻ സ്കിൻ കോണ്ടാക്റ്റിലാണ് വന്നിരിക്കുന്നത് വിചാരിക്കാം. ഇൻ ദ കേസ് ഓഫ് കോണ്ടാക്ട്, ഇമ്മീഡിയറ്റ്ലി ഫ്ലഷ് സ്കിൻ വിത്ത് plenty of water for at least 15 minutes while removing contaminated clothing. അപ്പൊ നമ്മുടെ ക്ലോത്ത് ഒരു കത്തി വെച്ച് എന്തെങ്കിലും മുറിച്ച് മാറ്റുക നമ്മുടെ ക്ലോത്ത്. അതിനുശേഷം നമ്മൾ 15 മിനിറ്റ് നന്നായിട്ട് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്ന് കഴുകണം. ഓക്കെ, ഒരു ഡിസിൻഫെക്റ്റന്റ് സോപ്പ് യൂസ് ചെയ്ത് നമ്മളത് വാഷ് ചെയ്യാം. പിന്നെ ഒരു ആന്റി ബാക്ടീരിയൽ ക്രീം തേക്കാം. അതിനുശേഷം നമുക്ക് മെഡിക്കൽ അറ്റൻഷന് വേണ്ടി കോൾ ചെയ്യാം. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിക്കാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ബ്രോമിൻ വീണ ആ വസ്ത്രം നമ്മൾ വീണ്ടും യൂസ് ചെയ്യാണ് വിചാരിക്കാം. അപ്പൊ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ബ്രോമിൻ വീണ ആ ക്ലോത്ത് നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഷൂസിലൊക്കെയാണ് വീണതെങ്കിൽ നമ്മൾ ആ കണ്ടാമിനേറ്റഡ് ഷൂസ് പിന്നെ നശിപ്പിച്ച് കളയുകയാണ് നല്ലത്. ബ്രോമിൻ ഐ കോണ്ടാക്റ്റിൽ വന്ന് എന്താ ചെയ്യുക? ബ്രോമിൻ ഐ കോണ്ടാക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ
If bromine gets into the ice, immediately wash the ice with large amount of running water. ഇപ്പൊ എന്താ പറയാ, കണ്ണിലാണ് വീണത്, നമ്മുടെ ബ്രോമിൻ കണ്ണിലാണ് വീണതെങ്കിൽ നമ്മളത് ഇമ്മീഡിയറ്റ്ലി വാഷ് ചെയ്യണം. ലാർജ് എമൗണ്ട് ഓഫ് റണ്ണിങ് വാട്ടർ വെച്ച്, കണ്ണിൽ വീണ റണ്ണിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യാം. 15 മിനിറ്റ് എങ്കിലും വാഷ് ചെയ്യുക. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നന്നായി റോൾ ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അത് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് നല്ലതാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹെഡിങ് ഉൾപ്പെടുത്താൻ വിട്ടുപോയി. ഹെഡിങ് വരുന്നത് ആക്സിഡൻസ് ഡ്യൂ ടു ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. Accidents due to acids and alkalis. Accidents due to acids and alkalis. ഇതില് നമ്മൾ ആസിഡ്സും ആൽക്കലീസും ഒക്കെ, ഒരുപാട് ആസിഡ്സും ആൽക്കലീസും ഒക്കെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് കെമിസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ആസിഡ്സുമായിട്ട് സ്കിൻ കോണ്ടാക്ട്, ഇപ്പൊ ആസിഡ്സ് ഏതൊക്കെയാണ് നമ്മൾ നോർമലി ലാബിൽ യൂസ് ചെയ്യുക? സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യും, നൈട്രിക് ആസിഡ് HNO3 യൂസ് ചെയ്യും, അതുപോലെ ആൽക്കലീസ് NaOH യൂസ് ചെയ്യും. NaOH ഒക്കെ ഹൈ കോൺസെൻട്രേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ ഒരു എന്താ പറയാ പൊള്ളൽ പോലെ ഒരു അനുഭവമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതിന്റെ ആക്സിഡൻസ് ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആസിഡ്സ് ആൽക്കലീൻ സ്കിന്നിൽ വീണു, എന്താ ചെയ്യേണ്ടത്? സ്കിൻ കോണ്ടാക്ട് വന്ന് എന്താ ചെയ്യേണ്ടത്? Upon receiving a chemical burn from an acid or alkali or any corrosive material, immediately wash the burned area with a large quantities of water for at least 15 minutes. 15 minutes നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ യൂസ് ചെയ്ത് കഴുകുക. അപ്പൊ ആസിഡോ ആൽക്കലി ഒക്കെ നമ്മുടെ കയ്യിൽ വീണു വെച്ചാൽ. ഓക്കെ. ഒരു സേഫ്റ്റി ഷവർ ഈസ് അറ്റ് ടൈംസ് ഐഡിയൽ. അപ്പൊ ഒരു നന്നായിട്ടൊന്ന് കുളിക്കണത്, അതായത് നല്ല വെട്ടൊന്ന് കുളിക്കുന്നത് നന്നായിരിക്കും. ഡു നോട്ട് അപ്ലൈ ന്യൂട്രലൈസിങ് ഓർ ബഫറിങ് ഏജൻസ്. ആ സമയത്ത് ന്യൂട്രലൈസിങ് ഏജൻസ് ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ആസിഡ് വീണാൽ ചിലപ്പോഴൊക്കെ നമ്മളെടുത്ത് ആൽക്കലി ഒഴിക്കാറുണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ. അങ്ങനെ ന്യൂട്രലൈസിങ് ഏജന്റ് ഒന്നും ആഡ് ചെയ്യാനും ബഫറിങ് ഏജൻസ് ആഡ് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ ഇഫ് ക്ലോത്തിങ് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ്, ഇമ്മീഡിയറ്റ്ലി റിമൂവ് ഓൾ കണ്ടാമിനേറ്റഡ് ക്ലോത്ത് വൈൽ ദ വിക്ടിം ഈസ് അണ്ടർ എ ഷവർ. അദ്ദേഹം ഒരു ഷവർ എടുക്കുകയാണ്, ഒന്ന് കുളിക്കുകയാണ് ആ വ്യക്തി, അത് പച്ചയാളൊന്ന് കുളിക്കുകയാണെന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ക്ലോത്തിങ്ങും, കണ്ടാമിനേറ്റഡ് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്യണം. കണ്ടാമിനേറ്റഡ് ക്ലോത്ത് ഒക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ. The affected area may then need drying and a bandage. അതിനുശേഷം നമ്മൾ affected area ഒന്ന് ഉണക്കുക, അല്ലെങ്കിൽ ഒരു ബാൻഡേജ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. Check the material data, safety data sheet in respect of chemical to know what further steps in first aid should be taken. Get proper medical attention. നമ്മൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റിൽ ഉണ്ടാവും ഇത് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് നോക്കി അത് ചെയ്ത ശേഷം നമ്മളൊരു മെഡിക്കൽ അറ്റൻഷൻ, ഡോക്ടറെ പോയി കാണുക. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ. ഇനി ഐ കോണ്ടാക്റ്റിലാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐ കോണ്ടാക്റ്റിലാണ് വന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ റണ്ണിങ് വാട്ടറിൽ കണ്ണ് നന്നായിട്ട് കഴുകുക. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ലോവർ ലിഡും അപ്പർ ലിഡും ഒക്കെ മുകളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ദെൻ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുക. മറ്റേതൊക്കെ വീണ എന്താ ചെയ്യുക എന്നുള്ള പോലെ തന്നെയാണ്
ഇതും ചെയ്യേണ്ടത്. ഓക്കെ. ഇനി വരുന്നത് പിക്ചോഗ്രാംസ് ഓഫ് ലബോറട്ടറി സേഫ്റ്റി. നമ്മള് ലാബിന്റെ ഉള്ളില് ഓക്കെ ലബോറട്ടറി സേഫ്റ്റി സിംബൽസ് കാണാൻ പറ്റും. ഓക്കെ, അതെന്താണ് അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സെവറൽ ലബോറട്ടറി സേഫ്റ്റി സൈൻസ്, അതിനെ നമ്മൾ വിളിക്കുന്നത് പിക്ചോഗ്രാംസ് എന്നാണ് വിളിക്കുന്നത്. ആർ യൂസ്ഡ് ടു മേക്ക് ലബോറട്ടറി പേഴ്സണൽ ആൻഡ് അതേഴ്സ് അവെയർ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഇൻ എ കെമിക്കൽ ലബോറട്ടറി. അപ്പൊ നമുക്ക് നോക്കാം പിക്ചോഗ്രാമും അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ ഡിനോട്ട് ചെയ്യുന്നത് കംപ്രസ്ഡ് ഗ്യാസ് അലേർട്ട് ആണ്. ദിസ് സൈൻ, ഈ സൈൻ ഒരു ഗ്യാസ് സിലിണ്ടർ ആണ്. ആ കാണിച്ചിരിക്കുന്ന സൈന് നമുക്ക് ബാറ്റ് പോലെ തോന്നും, പക്ഷെ അതൊരു ഗ്യാസ് സിലിണ്ടർ ആണ്. ഈ സൈൻ യൂസ് ചെയ്യുന്നത്, ദിസ് സൈൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് കംപ്രസ്ഡ് ഗ്യാസ് causing a hazard such as leak or an explosion. അതായത് കംപ്രസ്ഡ് ഗ്യാസിന്റെ അലേർട്ടാണ്. ഒരു കംപ്രസ്ഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ലീക്ക് ഉണ്ടാവാനും എക്സ്പ്ലോഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ഈ സിമ്പിൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു സിമ്പിൾ ആണ് ഒരു തലയോട്ടിയുടെ ചിഹ്നം പോലെ ഇരിക്കും. സ്കൾ ആൻഡ് ക്രോസ് ബോൺസ്. This sign is used to warn the toxic character of a substance, very hazardous to the health or life even upon short exposure, such as when inhaled, ingested or brought into contact with skin. ഈ സ്കൾ ആൻഡ് ക്രോസ് ബോൺസിന്റെ സൈൻ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ അടുത്ത് ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടോക്സിക് ക്യാരക്ടർ ആണ് ആ സബ്സ്റ്റൻസിന് ഉള്ളത് എന്നാണ്. അത് നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാക്കും, നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കും. അതുപോലെ നമ്മൾ അത് ഇൻഹേൽ ചെയ്താലോ, ശരീരത്തിന്റെ ഉള്ളിലേക്ക് അത് കടന്നു പോയാലോ, അല്ലെങ്കിൽ ഒരു സ്കിന്നുമായി കോണ്ടാക്റ്റിൽ വന്നാലോ അത് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഈ പോയിസണസ് മെറ്റീരിയൽ അലേർട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് സ്കൾ ആൻഡ് ക്രോസ് ബോൺ. ഓക്കെ, അടുത്ത സിമ്പിൾ ആണ് ഫ്ലെയിം ഓവർ എ സർക്കിൾ. ഒരു സർക്കിളിന്റെ മുകളിൽ ഫ്ലെയിം ഓവർ എ സർക്കിൾ. This sign is used to indicate an oxidizing substance which can ignite flammable and combustible material or worsen an existing fire. അതായത് കത്താൻ സാധ്യതയുള്ള മെറ്റീരിയൽസിന്റെ അടുത്തൊക്കെ നമ്മൾ ഈ സിമ്പിൾ ആണ് വെക്കാറ്. ഓക്കെ, അതായത് കത്താൻ സാധ്യതയുള്ള സബ്സ്റ്റൻസ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഹെൽത്ത് ഹസാർഡ് അലേർട്ട്. ഒരു മനുഷ്യ ശരീരം പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ, മനുഷ്യന്റെ രൂപം പോലെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു സ്റ്റാർ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ഹെൽത്ത് ഹസാർഡ് അലേർട്ടിന് വേണ്ടിയുള്ള സിമ്പിൾ ആണ്. ദിസ് സൈൻ ഈസ് പോസ്റ്റഡ് ടു indicate that prolonged exposure to the material concerned may cause health problems such as asthma, laryngitis, bronchitis, etc. or even cancer or genetic defect. അതായത് നമ്മളൊരു മെറ്റീരിയലിന്റെ മുകളിൽ ഈ ഒരു സിമ്പിൾ പതിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതുമായിട്ട് നമ്മൾ കുറെ നേരം കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായിട്ട് കുറെ നേരം സമ്പർക്കത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാവും. ആസ്മയ്ക്കും അതുപോലെ ബ്രോങ്കൈറ്റിസ് പറഞ്ഞ ശ്വാസകോശപരമായ രോഗങ്ങൾക്കും, അതുപോലെ ക്യാൻസർ, അതുപോലെ ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാവാനൊക്കെ കാരണമാവും എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഏതാ?
എക്സ്പ്ലോഡിംഗ് ബോംബ്, ഇതൊരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ ഒരു സിമ്പിൾ ആണ്. എക്സ്പ്ലോസീവ് ഹസാർഡ് അലേർട്ട് ആണത്. ദിസ് സൈൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എക്സ്പ്ലോസീവ് ക്യാരക്ടർ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു സബ്സ്റ്റൻസിന് മുകളിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം അത് എക്സ്പ്ലോസീവ് ആണ്, കത്താൻ സാധ്യതയുള്ള, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് മേ ഓർ അൺസ്റ്റേബിൾ എക്സ്പ്ലോസീവ് ഓർ എ സെൽഫ് റിയാക്റ്റീവ് മിക്സ്ചർ ഓർ ആൻ ഓർഗാനിക് പെറോക്സൈഡ്. ചില കെമിക്കൽസ് എക്സ്പ്ലോസീവ് ആണ്, അത് എക്സ്പ്ലോസീവ് ആണ്, അതുകൊണ്ട് തന്നെ അത് അപകടം ഉണ്ടാക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ, എക്സ്പ്ലോഡിംഗ് ബോംബിന്റെ സിമ്പിൾ നമ്മൾ അവിടെ വെക്കുന്നത്. ഇനിയുള്ളത് ഒരു ഫ്ലെയിമിന്റെ പിക്ചർ ആണെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ ഒരു ഫ്ലെയിമിന്റെ ചിത്രം, ഇതുപോലെയുള്ള ഒരു ഫ്ലെയിമിന്റെ ചിത്രം ഒട്ടിച്ചിട്ടുണ്ട് വിചാരിക്കാം. ഫ്ലെയിമബിൾ മെറ്റീരിയൽ അലേർട്ട് ആണ് അത്. അതായത് ദിസ് സൈൻ ഈസ് യൂസ്ഡ് ടു വാൺ ദ ഹൈലി ഫ്ലെയിമബിൾ നേച്ചർ ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ കത്താൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയൽ ആണ്, ഹൈലി ഫ്ലെയിമബിൾ ആണ്, ഇത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിക്ചോഗ്രാം ആണ് ഇത്. ഇതാണ് ഫ്ലെയിമബിൾ മെറ്റീരിയൽ അലേർട്ട് ആണ്. അടുത്തത് കൊറോസീവ് മെറ്റീരിയൽ അലേർട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പല് കൊറോഷന്റെ സിമ്പൽ ആണ്. This sign is used to warn the corrosive character of a substance capable of destroying living tissues when inhaled. നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലിവിങ് ടിഷ്യൂസിനെയൊക്കെ നശിപ്പിച്ചു കളയും. അതുപോലെ ഇൻജസ്റ്റ് ചെയ്താലും അത് ലിവിങ് ടിഷ്യൂസിനെ നശിപ്പിച്ചു കളയും. അതുപോലെ സ്കിന്നായിട്ടോ ഐ ആയിട്ടോ കോണ്ടാക്റ്റിൽ വന്നാൽ അതും നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ദോഷമാണ്. ഓൾസോ കാപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് എക്യുപ്മെന്റ്, ഫാബ്രിക് ആൻഡ് അതർ. അതുപോലെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എക്യുപ്മെന്റ്സ് കേടുവരാനും എല്ലാം കാരണമാണ് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പലാണ് കൊറോഷൻ, കൊറോസീവ് മെറ്റീരിയൽ അലേർട്ട്. അടുത്തത് വരുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ടോക്സിക് സ്കിൻ, ഐ ഓർ റെസ്പിറേറ്ററി ട്രാക്ട് ഇറിറ്റന്റ് അലേർട്ട്. ഇതൊരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഇത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ദിസ് സൈൻ ഈസ് യൂസ്ഡ് ടു വാൺ ദ ടോക്സിക് ക്യാരക്ടർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ടോക്സിക് ആണ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണിത്. ഇത് പ്രധാനമായിട്ടും എന്ത് കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മുകളിലാണ് നമ്മൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നും അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ, നാർക്കോട്ടിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന പോലെ, ഓസോൺ ലെയറിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ മുകളിലാണ് നമ്മൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഒട്ടിക്കുക. എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് സ്കിന്നിനോ ഐയിനോ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും, അതുപോലെ ഇത് ഓസോൺ ലെയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്, അതുപോലെ ഇത് നാർക്കോട്ടിക് എഫക്ട്സും ഉണ്ടാക്കും. അടുത്തതാണ് ഇങ്ങനെ ഈ ഒരു പിക്ചോഗ്രാം. ഒരു മീനിനെ പോലെ തോന്നുന്നുണ്ട്, ഒരു മരം അടുത്തുണ്ട്. ഓക്കെ, ലീഫ്ലെസ് ട്രീ. ആ ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു ലീഫ് ഇല്ല, ഇലയില്ലാത്തൊരു മരമാണ്. അതുപോലെ ഒരു മരിച്ച ഫിഷാണ്, ഡെത്തായ ഫിഷാണ്. അപ്പൊ അതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ സൈൻ ബോൺ ചെയ്യുന്നത് ഒരു എൻവയോൺമെന്റ് ഹസാർഡ് അലേർട്ട് ആണ്. ദിസ് സൈൻ ബോൺ ദാറ്റ് ഈ സബ്സ്റ്റൻസ് ഈസ് ഹസാർഡസ് ടു ദ എൻവയോൺമെന്റ് ആൻഡ് കോസസ് അക്യൂട്ട് ടോക്സിസിറ്റി ടു ദ അക്വാട്ടിക് ലൈഫ്. ഇത് എൻവയോൺമെന്റിന്, ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ ഈ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അതുപോലെ ഇത് അക്വാട്ടിക് ലൈഫിനെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതാണ് ഒരു 3 ലീഫുള്ള ഒരു ഫാന് പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലെ? ഇതൊരു 3 ലീഫുള്ള ഒരു ഫാന് പോലെ തോന്നാം. ഇത് റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ ഹസാർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് സിംബൽ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ റേഡിയേഷൻ ഹസാർഡ് ആൻഡ് അറൈസസ് ഫ്രം എ സബ്സ്റ്റൻസ് ഹാവിംഗ് സിഗ്നിഫിക്കന്റ് റേഡിയോ ആക്ടിവിറ്റി. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ ഈ സിമ്പിൾ ഉണ്ട്, ലേബൽ ചെയ്തിട്ട് ഈ സിമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സബ്സ്റ്റൻസ് റേഡിയോ ആക്റ്റീവ് ആയ ഒരു സബ്സ്റ്റൻസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പിക്ചോഗ്രാംസ് ഉള്ളത്. അപ്പൊ ഈ ഒരു 10 സിമ്പിള് നമ്മൾ പഠിച്ചു വെക്കുക. 10 സിമ്പിൾ നമ്മൾ പഠിച്ചു വെക്കുക. ഈ ഒരു സെക്ഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഈ ലേബൽസ് ആണ്, ഈ സയൻസ്, ഹസാർഡസ് സയൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്.